ബിന്ദു, യെസ്. താങ്കൾ സണ്ണി വെയിൻ എന്ന ഒരു സിനിമാ താരത്തിനെ ഇന്റർവ്യൂ ചെയ്യാൻ വിളിച്ചു. ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ താങ്കൾ എന്തുകൊണ്ടാണ് ഇന്റർവ്യൂ അവസാനിപ്പിച്ചത്? അതൊരു ചെറിയൊരു കോമഡിയാണ്. എന്റെ കരിയറിന്റെ തുടക്കേ ഞാൻ വെള്ളി നക്ഷത്രത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പൊ നമുക്ക് എപ്പോഴും ഇന്റർവ്യൂ ചെയ്യാൻ തരുന്നത് ഒരു സെക്കൻഡ് ആർട്ടിസ്റ്റുമാരായിരിക്കും കൂടുതൽ തരുക. നമുക്ക് അധികം എക്സ്പീരിയൻസ് ഇല്ലല്ലോ. എനിക്ക് സണ്ണി വെയിൻ എന്ന് പറഞ്ഞ ആക്ടർ ഭയങ്കര ഇഷ്ടം. എനിക്ക് അദ്ദേഹത്തിന്റെ സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കര രസമാണ്. അപ്പൊ ഞാൻ പണ്ട് മുതലേ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന, എനിക്ക് ഭയങ്കര ആരാധനയില്ല, ഏതെങ്കിലും കാലത്ത് ഇന്റർവ്യൂ എടുക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഇതേപോലെ മാം ഒരു എന്നെ വിളിച്ചിട്ട് പറയാണ്, കായംകുളം കൊച്ചുണ്ണി സിനിമ ഇറങ്ങാൻ നിൽക്കുന്ന സമയം. അപ്പൊ ഇന്നത്തെ പോലെ ഒരു ഓൺലൈൻ ബൂമിങ് സാധനങ്ങളൊന്നും ഇല്ല. പ്രൊമോഷൻ ഈ പ്രിന്റ് മീഡിയകളിലൊക്കെ കൂടുതൽ, പിന്നെ സാറ്റലൈറ്റ് ചാനലുകളിലാണ് കൂടുതൽ പ്രൊമോഷൻ നടക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു സണ്ണി വെയിനെ ഇന്റർവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ എക്സൈറ്റ്മെന്റ് അവിടെ പോലും കാണിച്ചില്ല. കാരണം കാണിച്ചു കഴിഞ്ഞാൽ അന്ന് വേണ്ടെന്ന് പറഞ്ഞാലും വെച്ചിട്ട് ഞാൻ ഭയങ്കര നോർമലായിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുക. സണ്ണി വെയിനായിട്ട് സംസാരിക്കും. ഞാൻ സണ്ണി വെയിൻ്റെ ഇന്റർവ്യൂസൊക്കെ കേട്ട് കിടന്നുറങ്ങിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എനിക്ക് എന്തെങ്കിലുമൊക്കെ കേൾക്കണം. കുറേ കാലം സാറുടെ കുറേ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടൊക്കെ കിടക്കുമായിരുന്നു. അപ്പോൾ ചർച്ചകൾ അങ്ങനെയൊക്കെ എപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്. അപ്പം ഞാൻ ഇതേപോലെ സണ്ണി വെയിനെ ഞാൻ വിളിക്കുക എന്നുള്ള റിയാലിറ്റി കാര്യം ഞാൻ വിളിച്ചിട്ട് ഞാനിങ്ങനെ അപ്പം എന്നോട് ഓക്കെ നല്ല രീതിയിൽ സംസാരിച്ച് എന്നോട് പറഞ്ഞു പിറ്റേന്നത്തേക്ക് അപ്പോയിൻമെൻറ്റ് തന്നു. അന്ന് ഏതോ ഒരു ഇൻ്റർവ്യൂവിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, പിറ്റേന്ന് ഇന്ന സമയത്ത് വിളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഞാൻ ഇതേ സമയത്ത് ഇതേപോലെ പേപ്പറിലൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റ് ചെയ്ത് തുടക്കാലാകുമ്പോൾ ഇച്ചിരി കൂടെ എല്ലാം ക്ലാരിറ്റി വരുത്തണം. നമ്മൾ മനസ്സിലൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും വരത്തില്ലല്ലോ. എല്ലാം കറക്റ്റായി എഴുതി ഇതേ കറക്റ്റ് സമയത്ത് പുറത്ത് പോയി എന്ന് ആരോട് ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞ് റൂമൊക്കെ ലോക്ക് ചെയ്ത് ഞാൻ ഫോണിൽ വിളിക്കും. അപ്പം ഞാൻ വിളിക്കും. അപ്പം ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് ഞാനിങ്ങനെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേക്കാൾ മുന്നേ അവിടെ എന്തോ തിരക്കുമായിട്ട് വേഗം ചോദിക്കുന്ന പറയുന്നു അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പത്തിന് ഞാൻ ആകെ നെർവസ് ആയി. സാർ എനിക്ക് എന്ത് ചെയ്യണം, ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയത്തില്ല. അപ്പം വേഗം ചോദിക്കുമെന്ന് പറഞ്ഞപ്പം ഞാൻ സത്യം പറഞ്ഞാൽ നല്ല വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഉള്ളിൽ വെച്ചായിരുന്നു. പക്ഷെ സ്ഥിരം ക്ലീശ ചോദ്യം പോലെ ആ കൃഷ്ണകുറുപ്പ് അങ്ങനെ എന്തായിരുന്നു ക്യാരക്ടറിന്റെ പേര്, ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട്, കാരണം അദ്ദേഹത്തിന് ഒരു ബ്രേക്ക് കിട്ടിയ സിനിമയാണ്, ബ്രേക്ക് ആവാൻ പോകുന്ന സിനിമയായിരുന്നു അത്, കായംകുളം കൊച്ചിനിൽ അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ. അപ്പൊ ഞാനിങ്ങനെ ചോദിക്കുവാണ്, സാർ ഇങ്ങനെ ആ ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് തയ്യാറെടുപ്പുകൾ എടുത്തിരുന്നതെന്ന് ചോദിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് ചിരിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഡെയിലി 20 കോഴിമുട്ട ഞാൻ പുഴുങ്ങും, 20 മുട്ട ഞാൻ പുഴുങ്ങും, കുറേ തിന്നും, ബാക്കി വരുന്നൊക്കെ ഞാൻ പുറത്തെറിഞ്ഞ് കളിക്കുന്നു പറഞ്ഞു. അതെനിക്ക് ആ സമയത്ത് എനിക്കത് ഭയങ്കര ഇതായിരുന്നു. എനിക്ക് എങ്ങനെ അതിന് ചിരിക്കണോ, അയ്യോ സാർ ഇത് തമാശയല്ല, അങ്ങനെ പറയണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, സാർ ബിസി ആണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പിന്നെ വിളിച്ചോളാം പറഞ്ഞു. അപ്പോൾ ഓക്കെ ബൈ എന്ന് പറഞ്ഞിട്ട് വെച്ചു. പിന്നെ എനിക്ക് ഇന്റർവ്യൂ എടുക്കാനേ പറ്റില്ല. ഞാൻ വിചാരിക്കുന്നുണ്ടായി എപ്പോഴെങ്കിലും വീഡിയോ ഇന്റർവ്യൂവിന് മുന്നിലിരിക്കുമ്പോൾ ഈ കാര്യം പറയണം എന്നൊരു സാധനം. വീണ്ടും കാണണം. സണ്ണി വെയിൻ നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാണ്. സംസാരിക്കണം. എനിക്ക് തിരക്കായിരുന്നിരിക്കും. അല്ല, ഒരു തമാശ രീതിയിൽ പറഞ്ഞതാണ്. അല്ല, തമാശ പറഞ്ഞു. നമ്മളിപ്പോ ക്യാരക്ടർ എന്തൊക്കെയാണ് തയ്യാറെടുപ്പ് നടന്നു, ഞാൻ 10 കോഴിമുട്ട രാവിലെ കഴിക്കും, അത് ചിലപ്പോൾ ഒരു തമാശയായിട്ട് പറഞ്ഞായിരിക്കും.